ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മാത്സ് വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. എയ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയൊരു സെക്ഷൻ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്സിൻ്റെ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നല്ല ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്ത് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് പൊളിക്കണം, വേറെ ലെവലാക്കണം. നമുക്ക് ഒരുപാട് ഓവർ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ ഞാൻ മാക്സിമം ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാന്നുള്ള എയിം കേട്ടോ. അപ്പോൾ സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ഒന്നും കൂടി ഒന്ന് കണ്ടാൽ മതി. അതായത് നമുക്ക് റിപ്പീറ്റേഷൻ തന്നെ വീഡിയോയിൽ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് വീഡിയോ ലെങ്ത്ത് കൂടും കേട്ടോ. അതുകൊണ്ടാണ് മക്കളെ. അപ്പോൾ തുടങ്ങില്ലേ, തങ്ങളാ വേറെ ലെവൽ കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിക്കോ. അടിപൊളി പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. 45 ലിറ്റർ മിശ്രിതത്തിലെ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും അനുപാതം തന്നിട്ടുണ്ട് 3:2. പാലിൻ്റെയും വെള്ളത്തിൻ്റെയും അനുപാതം 9:11 മാറുവാൻ ആ മിശ്രിതത്തിലേക്ക് എത്ര ലിറ്റർ വെള്ളം ചേർക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൂപ്പർ ക്വസ്റ്റ്യൻ. നമുക്കിതിൽ വെള്ളം മാത്രം ചേർത്താൽ മതി. പാലിൽ വെള്ളം ചേർത്താൽ അല്ലേ, പാപമാണ്. എന്നാലും ഇരിക്കട്ടെ, ഇവിടെ നോക്കിക്കോടാ. അപ്പോൾ വെള്ളം ചേർക്കണം. പക്ഷേ അത് എന്താവണം ചോദിച്ചു കഴിഞ്ഞാൽ 9:11 ആവണം. അപ്പോൾ നോക്കടാ, ചെയ്യാൻ തുടങ്ങുക കേട്ടോ. ഇതിൽ ഇപ്പോൾ നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓരോ ക്വസ്റ്റ്യനും കിട്ടിയില്ലെങ്കിലാണ് അടുത്തതിൻ്റെ എക്സ്പ്ലനേഷൻ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് പോയിൻറ്റ്സ് നോക്കുകയാണ്. 45 ലിറ്റർ. ഒരു മിനിറ്റ് ഒന്ന് പേന എടുത്തോട്ടെ. നോക്കടാ, 45 ലിറ്റർ മിൽക്കും വാട്ടറും മിശ്രിതമായിട്ടുണ്ട്. മിൽക്കും വാട്ടറും 45 ലിറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്കും വാട്ടറും മിശ്രിതമായിട്ട് 45 ലിറ്റർ മിശ്രിതമായിട്ടുണ്ട്. ഉള്ള റേഷ്യോ എന്ന് ചോദിച്ചാൽ മിൽക്ക് 3 ഭാഗം ഉണ്ടെങ്കിൽ വാട്ടർ 2 ഭാഗം ഉണ്ടാവും. മിൽക്ക് 3 ഭാഗം ഉണ്ടെങ്കിൽ വാട്ടർ 2 ഭാഗം ഉണ്ടാവും. അതാണ് ഇതിൻ്റെ റൂള് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ അംശബന്ധത്തിലുള്ളത്. അപ്പോൾ നോക്കടാ, മൊത്തം 45 ലിറ്റർ ഉണ്ട്. മിൽക്കും വാട്ടർ 3:2 അംശബന്ധത്തിലാണെങ്കിൽ മിൽക്ക് എത്ര, വാട്ടർ എത്ര എന്ന് കണ്ടുപിടിച്ചോണേ. പറ്റില്ലേ? പറ്റുമല്ലോ. അതെന്ത് ചെയ്യണം? ഇത് 3 ഭാഗം മിൽക്കും ഉണ്ടാവണം, 2 ഭാഗം വാട്ടർ ഉണ്ടെങ്കിൽ മൊത്തം 5 ഭാഗമായിരിക്കും. എത്ര? 45 ലിറ്റർ. അംശബന്ധം എന്താണെന്ന് ആദ്യം അറിഞ്ഞു വെക്കണം. എന്താണ് അംശബന്ധം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ രണ്ടാളുടെ വയസ്സ് 30 40 എന്നിരിക്കട്ടെ. രണ്ടാളുടെ വയസ്സ് 30 40 എന്നിരിക്കട്ടെ. ഇവരുടെ വയസ്സിൻ്റെ അംശബന്ധം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? 10 കൊണ്ട്, രണ്ടിലും കോമണായി പോകുന്നൊരു സംഖ്യ കൊണ്ട് രണ്ടാളെയും വെട്ടിച്ചുരുക്കുന്ന സമയത്ത് എനിക്ക് 3:4 എന്ന് കിട്ടും. ഞാൻ വെട്ടിയത് ഏത് കൊണ്ടുള്ള തങ്ങളാ? 4 കൊണ്ട് വെട്ടിയിട്ടുണ്ട്. 10 കൊണ്ട് വെട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 10 കൊണ്ട് വെട്ടിയപ്പോഴാണ് എനിക്ക് 3:4 കിട്ടി. നമ്മൾ ഏത് കൊണ്ടു വെട്ടിയോ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതേ സംഖ്യ തന്നെ കിട്ടില്ലേ? എന്താ ഉദ്ദേശിക്കണം ചോദിച്ചാൽ, എന്തുകൊണ്ടാണോ വെട്ടിയത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഗുണിച്ചു. അപ്പോൾ എനിക്ക് 30 തിരിച്ച് കിട്ടി. ഏത് സംഖ്യ കൊണ്ടാണ് വെട്ടി അതുകൊണ്ട് തന്നെ ഗുണിച്ചപ്പോൾ ഇവിടെ 40 കിട്ടി. തിരിച്ച് എനിക്ക് അതേ വാല്യൂയിൽ എത്താൻ പറ്റിയില്ലേ? ഇതാണ് അംശബന്ധം. അല്ലാതെ നമ്മൾ എക്സും വൈയൊക്കെ ഇട്ട് കുറേ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ കാര്യം. ഇപ്പോൾ നമ്മൾ ട്രിക്ക് മനസ്സിലാക്കി. ഏത് സംഖ്യ കൊണ്ട് വെട്ടിയോ അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ തിരിച്ചു അതേ സംഖ്യയിൽ വരണം. അതാണ് അംശബന്ധം അല്ലേ? അപ്പോൾ അതേ ഐഡിയ ഇവിടെ ഫോളോ ചെയ്യുക. ഇത്രയുള്ള ഇവിടെ മൊത്തം 3 ഭാഗവും കൊടുക്കണം, ഇവിടെ 2 ഭാഗം കൊടുക്കണമെങ്കിൽ ഇവിടെ എന്തോ ഇതിൻ്റെ ഒറിജിനൽ വാല്യൂ ഉണ്ട്. അതിനെ വെട്ടിച്ചെറുതാക്കി കിട്ടിയതാണ് 3:2. അപ്പം മൊത്തം എത്ര പാർട്ടാക്കി? 3ഉം 2ഉം 5 ഭാഗം വരണം. 5 ഭാഗം ആക്കിയിട്ടുണ്ട്. ആ 5 ഭാഗമാണ് 45 ലിറ്റർ എന്ന് എഴുതുക. 5 ഭാഗമാണ് 45 ലിറ്റർ എന്ന് എഴുതുക. നോക്കടാ, ഈ 45നെ വെട്ടിച്ചെറുതാക്കിയതാണ് ഈ 5 ഭാഗം. അപ്പോൾ ഒരു ഭാഗം കണ്ടുപിടിച്ചൂടെ? അതറിയാൻ ഒന്നുമില്ല. 45 ഇവിടെ 5 ചെയ്താൽ മതി. അല്ലെങ്കിൽ 5 ഇൻറ്റു എന്ത് ചെയ്താൽ 45 ആക്കാൻ നോക്കി, ഇൻറ്റു 9. പരിപാടി കഴിഞ്ഞു. അല്ലെങ്കിൽ 5 ഭാഗം 45 ആണെങ്കിൽ ഒരു ഭാഗം എത്രയെന്ന് കണ്ടുപിടിച്ചു. 45 ഡിവൈഡഡ് ബൈ 5 9 കിട്ടും. അങ്ങനെ കണ്ടുപിടിച്ചാലും തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ നോക്കടാ, ഇത് കണ്ടുപിടിച്ചു. ഗുണിക്കേണ്ട സാധനം കിട്ടി 9. എന്തുകൊണ്ട് വെട്ടിയാലും ശരി അത് ഒരേ സംഖ്യയായിരിക്കണം. എന്ത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും അത് ഒരേ സംഖ്യയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗുണിക്കേണ്ടത് 9 കൊണ്ടാണ്. എൻ്റെ ആൻസർ ഇവിടെ 27 കിട്ടും. ഇവിടെ ഇൻറ്റു 9 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് 18 കിട്ടും. നോക്കടാ, ഒന്നിലേക്ക് ഒരു ഭാഗം കണ്ടുപിടിച്ചോ 9. ഒരു ഭാഗം 9 ആണെങ്കിൽ 3 ഭാഗം പറഞ്ഞാൽ 3 × 9 27 ലിറ്റർ മിൽക്ക് ഉണ്ടാവും.
ഇവിടെ 2 × 9 18 ലിറ്റർ വാട്ടർ ഉണ്ടാവും. കിട്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മിൽക്കും വാട്ടറിൻ്റെയും എത്ര ലിറ്റർ ഉണ്ട് എന്നുള്ളത് കിട്ടി. എത്ര ലിറ്റർ ഉണ്ട്? മിൽക്ക് 27 ലിറ്റർ ഉണ്ട്, വാട്ടർ 18 ലിറ്റർ ഉണ്ട്. മൊത്തം 45 ലിറ്ററിൽ മിൽക്ക് 27 ലിറ്റർ ഉണ്ട്, വാട്ടർ 18 ലിറ്റർ ഉണ്ട്. ഇനി അവരെന്താ പറഞ്ഞിരിക്കണ പോയിൻ്റ് എന്ന് ശ്രദ്ധിക്കുക. ഇവന്മാരെ ഇനി നമ്മുടെ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ എനിക്ക് അംശബന്ധം എന്തായി മാറണം? 9:1 11 മാറണം. ഇവിടെ ഒരു മെയിൻ പോയിൻ്റ് ഉണ്ടാ. എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്, പക്ഷേ മിൽക്ക് ഒഴിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. മിൽക്ക് അത് തന്നെയല്ലേ, അതേ കോൺസ്റ്റൻ്റ് അതേ വാല്യൂ തന്നെയല്ലേ നിൽക്കുന്നത്. അവിടെയാണ് പോയിൻ്റ്. ഇങ്ങനത്തെ ചോദ്യത്തിലൊക്കെ ഒരു പോയിൻ്റ് ഉണ്ടാവും. എന്താണ് ചോദിച്ചാൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു, പക്ഷെ മിൽക്കിന് മാറ്റില്ല. ഇനി എത്ര ലിറ്റർ വെള്ളം ഒഴിച്ചാലും ശരി മിൽക്ക് ഇവിടെ നേരത്തെ ഉണ്ടാകുന്ന അതേ 27 ലിറ്റർ തന്നെ ആയിരിക്കില്ലടാ. അതാണ് പോയിൻ്റ്. പക്ഷേ അവർ പറഞ്ഞു തങ്ങളാ ഇത് വെട്ടിച്ചുരുക്കിയ നമുക്ക് 9:11 കിട്ടണം. 9:11 കിട്ടണം. അതിൻ്റെ അർത്ഥം ഇവനെയും വെട്ടിയാൽ ഇത് കിട്ടണം. അത് കിട്ടണമെങ്കിൽ വെട്ടേണ്ടത് ഒരേ സംഖ്യ കൊണ്ടായിരിക്കണ്ടേ, അപ്പോൾ ഗുണിക്കുന്നതും അതേ സംഖ്യ കൊണ്ടായിരിക്കണ്ടേ. അപ്പോൾ നോക്കടാ, 9നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 27 ആക്കാം നോക്ക്. 9നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 27 ആക്കാം നോക്കുകയാണെങ്കിൽ നോക്കടാ, അതായത് ഇവിടെ 27 ഉണ്ട്, വെള്ളം ഒഴിക്കുമ്പോൾ ഇവിടെ എന്തോ ഒരു വാല്യൂ വരാനുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, 9:11 ആവണം. ഇവിടെ ഓൾറെഡി മിൽക്ക് മാറ്റമില്ല, 27 തന്നെയാണ്. ഇനി വെള്ളം കൂടി വന്നു കഴിഞ്ഞാൽ രണ്ടിനും വെട്ടിച്ച് വെറുതാക്കിയാൽ 9:1 കിട്ടണം. 9നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 27 ആക്കാൻ നോക്കിയാൽ × 3. അതേ × 3 തന്നെയാണ് ഇവിടെയും. കാരണം വെട്ടുമ്പോഴും ഗുണിക്കുമ്പോഴും ഒരേ സംഖ്യ ആയിരിക്കണം. × 3 ചെയ്താൽ എൻ്റെ ഉത്തരം 33 ലിറ്റർ വെള്ളം വേണം. പക്ഷെ ഉത്തരമായോ? ഇല്ല. 33 ലിറ്റർ വെള്ളം വേണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ മിൽക്കിന് മാറ്റില്ല. ഒന്നുകൂടി പറയണേ, മിൽക്കും വാട്ടറും കൂടി നോക്കുന്ന സമയത്ത് 9:11 എന്നുള്ള കോമ്പിനേഷന് വരണം. മിൽക്ക് ഓൾറെഡി 27 ലിറ്റർ ഉണ്ട്, വാട്ടർ എത്രയെന്ന് അറിയില്ല. പക്ഷേ ഇവിടുത്തെ വാല്യൂ രണ്ടിനും വെട്ടി ചുരുക്കി അത് കിട്ടണം. അപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് നോക്കണം, 9നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ആവുമെന്ന് നോക്കിയപ്പോൾ × 3. അതേ × 3 ചെയ്താൽ എനിക്ക് 33 ലിറ്റർ വെള്ളമുണ്ടായിരിക്കണം. സെറ്റല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം, ഓൾറെഡി 18 ലിറ്റർ വെള്ളം അവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 18 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ഇനി എത്രയും കൂടി ചേർത്താൽ 33 കിട്ടും. ചോദിച്ചാൽ 33 മൈനസ് 18, എൻ്റെ ഒരേ ഒരു ആൻസർ 15 ലിറ്റർ കേട്ടോ. 15 ലിറ്റർ ഓപ്ഷനിലില്ലേ? ഓപ്ഷൻ ബി. നോടാ, ഡിഗ്രി ലെവൽ വരെ പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഒന്നുകൂടി റിപ്പീറ്റേഷനിൽ കാണാം. അംശബന്ധം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അംശബന്ധം എന്ന് പറയുമ്പോൾ യഥാർത്ഥ വിലയെ വെട്ടിച്ചെറുതാക്കുന്നതാണ് അംശബന്ധം. എന്തുകൊണ്ട് വെട്ടിയോ അവന്മാർ കൊണ്ട് ഞാൻ തിരിച്ചു കൊണ്ടിച്ചാൽ അതേ ഒറിജിനൽ വാല്യൂയിലേക്ക് വരണം. അത് മനസ്സിൽ വെച്ചോട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറട്ടെ. അപ്പോൾ ഇതൊന്നും കൂടി റിപ്പീറ്റ് ആയിട്ടൊന്ന് കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം കേട്ടോ. ഓടാ, ദശാംശ സംഖ്യ എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ ഉള്ള എല്ലാ എക്സാംസിലും ദശാംശ സംഖ്യ വെച്ചിട്ട് ചോദ്യം വരുന്നുണ്ട്. ഹരണമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഞാൻ ട്രിക്കായിട്ട് പറയുന്നുള്ളൂ, ശ്രദ്ധിച്ചോട്ടാ. ഒന്നുമില്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറഞ്ഞാൽ മുകളിലും താഴെയും എത്ര ഡെസിമൽ പോയിൻ്റ് വെച്ചിട്ടുണ്ടെന്ന് നോക്കുക. നമ്മൾ എപ്പോഴും നോക്കുകയാണെങ്കിൽ ഇവിടെ ഡെസിമൽ പോയിൻ്റ് ഇല്ല, അപ്പോൾ ഇവിടെ എണ്ണം 0. എന്താ ഉദ്ദേശിക്കുന്നത് പറയാം, ഇവിടെ പോയിൻ്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 2 എണ്ണം. ഇവിടെ പോയിൻ്റ് ശേഷമോ 2 എണ്ണം. ഇതെടുത്ത് എഴുതുക. ഇവിടെ പോയിൻ്റേ ഇല്ലാത്തതുകൊണ്ട് 0, കാരണം ഒരു ഡിജിറ്റ് ഇല്ല. പോയിൻ്റ് ഉണ്ടെങ്കിൽ ഡിജിറ്റ് എണ്ണാൻ പറ്റുള്ളൂ. നമ്മുടെ പോയിൻ്റ് ശേഷം ഇവിടെ എത്ര ഉണ്ട് നോക്കി 2 എണ്ണം, ഇവിടെ എത്ര ഉണ്ട് നോക്കി 2 എണ്ണം. ടോട്ടൽ എത്ര ഉണ്ടാ? ടോട്ടൽ നോക്കുകയാണെങ്കിൽ 4 സംഖ്യ ഉണ്ട്. അടുത്തത് താഴെ എത്ര ഉണ്ട് നോക്കുക. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അവിടെയും 4 എണ്ണം, അവിടെയും 4 എണ്ണം. മുകളിലും 4, താഴെയും 4. മുകളിലും 4, താഴെ 4. രണ്ട് ഭാഗത്തും ഈക്വൽ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ സംഖ്യ നോർമലായിട്ട് എഴുതാം. പറയുമ്പോൾ എത്ര വരും? 40 ഇൻറ്റു ഇവിടെ നോക്കുക. അതിനെ ഈ പോയിൻ്റ് മാറ്റുന്ന എൻ്റെ കണ്ണിൽ എന്താ കാണുന്നത്? 4 എന്ന് വരും. ഓക്കട, 4 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 ഇൻറ്റു 4. ഇപ്പോൾ ചിലരുടെ മനസ്സിലുണ്ടാവും, സാർ ഈക്വൽ അല്ലെങ്കിലോ?
ഈക്വൽ ഇനിയും നിറയെ പാട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കിത് സമയം പോകും. അപ്പോൾ നമ്മുടെ ഈക്വൽ ആണെങ്കിൽ ചെയ്യേണ്ട രീതി പറയാണ്. ഇത്രയാണ് മൊത്തം മുകളിൽ എത്ര സ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ 4, താഴെ എത്ര ഉണ്ടെന്ന് നോക്കി 4. അതിനുശേഷം ഈ സംഖ്യയെല്ലാം നോർമലായിട്ട് എഴുതുക. ഇതിനുശേഷം വെട്ടി ചുരുക്കടാ. ഇതിൽ പോയി ഈ 4 വെട്ടിപ്പോയി. 4 ഇതിൽ വെട്ടിക്കഴിഞ്ഞാൽ 10 തവണ. എൻ്റെ ആൻസർ 10 കേട്ടോ. എൻ്റെ ആൻസർ ഓപ്ഷൻ എ 10 കഴിഞ്ഞു. ഇത്രയും ഉണ്ടാ. അപ്പോൾ ഇത് ഈക്വൽ അല്ലെങ്കിൽ എവിടെ കുറവുണ്ടോ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയണേ, തന്നെ പറയണ്ട. മുകളിൽ 5 എണ്ണം ഉണ്ട്, താഴെ 7 ഡിജിറ്റ് ഉണ്ടെങ്കിൽ ഒരു ഡിജിറ്റിന് കുറവാണെങ്കിൽ 10 കൊണ്ട് ഗുണിക്കുക. അത്രയും 0 വരണ്ട്. 2 ഡിജിറ്റ് ആണെങ്കിൽ 2 0 വരണം. ഏത് കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കുക. മുകളിലാണ് കുറവുണ്ടെങ്കിൽ മുകളിൽ ഗുണിക്കുക. ഇവിടെ 2 ഡിജിറ്റിന് കുറവുണ്ടെങ്കിൽ മുകളിൽ ഗുണിക്കുക. താഴെ കുറവാണെങ്കിൽ താഴെ ഗുണിക്കുക. നോക്കട്ടെ. അപ്പോൾ മുകളിൽ 5 എണ്ണം ഉണ്ട്, താഴെ 7 ആണെങ്കിൽ കുറവ് 2 എണ്ണം കുറവുണ്ടെങ്കിൽ ഇൻറ്റു 100 ചെയ്യുക. അത് മൈൻഡ് വയ്ക്കുക കേട്ടോ. അത് പോകെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറട്ടെ. ഒന്നുകൂടി റിപ്പീറ്റായി കാണടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തത് ബോർഡ് മാസ് എന്നുള്ളൊരു ചോദ്യമാണ്. ബോർഡ് മാസ് അല്ലേ? ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ അറിയില്ലടാ. ബ്രാക്കറ്റ് ഓഫ് ബോർഡ് മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ. ഇതാണ് ബോർഡ് മാസ് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണം, ശരിക്കും ബോർഡ് മാസ് എന്നല്ല, വി ബോർഡ് മാസ് എന്നാണ് കേട്ടോ. വി ബോർഡ് മാസ് എന്നാണ്. എന്താണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 8 + 4 ഹരിക്കണം 2 - 1 തന്നു. എന്നിട്ട് ഇതിന് മുകളിൽ ഒരു വര ഇട്ടു. ആക്ച്വലി ഹരണം കഴിഞ്ഞിട്ട് കൂട്ടിക്കഴിഞ്ഞിട്ടേ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു വര വന്നു കഴിഞ്ഞാൽ അതാണ് വിൻകുലെന്ന് പറയും, അല്ലെങ്കിൽ ബാർ എന്ന് പറയും. അത് എവിടെയുണ്ടോ അതിൻ്റെ ചൂട്ടിൽ എന്ത് തന്നെ ആയിക്കോട്ടെ അത് വേണം ഫസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഫസ്റ്റ് 2 - 1 ആയിരിക്കണടാ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് വിൻകുലെന്ന് പറയും. ഇനി അടുത്ത് ബി പറഞ്ഞ ബ്രാക്കറ്റ് അറിയാവുന്നതാണ്. ഓഫ് എന്ന് പറയുമ്പോൾ ഓഫ് 4 ഓഫ് 3 ഇങ്ങനെ തന്നെ തരും. ഇംഗ്ലീഷിൽ തന്നെ തരും. ഇംഗ്ലീഷിൽ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫ് കാണുന്നവിടെ ഇൻറ്റു ചിഹ്നം കൊടുക്കുക. അത്രേ ഉള്ളൂ. എന്നിട്ട് അത് ചെയ്തിട്ട് ബാക്കി ഹരണത്തിലേക്ക് കയറാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കടാ. ആദ്യം ഏറ്റവും ഉള്ളിലത്തെ ബ്രാക്കറ്റ് വേണം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 12 - 3 എത്ര കിട്ടൂടാ? 9 എന്ന് കിട്ടും. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് വരെ 9 ആയി. 12 - 9, അപ്പോൾ ഇതുവരെ അതാണ് വരിക. 12 ഈ ബ്രാക്കറ്റിനകത്ത് 9 എന്ത് വരൂടാ? 3 എന്ന് വരും. ഇവിടെ കൂടെ 5 + 3 എത്ര വരൂടാ? 8. അപ്പോൾ ആ ബ്രാക്കറ്റിനകത്ത് വരെ 8 കിട്ടിയിട്ടാ. 8 കിട്ടി. പുറത്തൊരു 26 ഒരു മൈനസ് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് എന്താ ഉള്ളത്? +7 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 26 - 8 + 7. നമ്മുടെ എപ്പോഴും ലാസ്റ്റ് പ്ലസും മൈനസും വരുന്ന സമയത്ത് ഇങ്ങനെ 2 3 ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ചിലപ്പോൾ 4 5 പ്ലസ് മൈനസൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് സംഖ്യ തമ്മിൽ ആഡ് ചെയ്തോ, എന്നിട്ട് നെഗറ്റീവ് സംഖ്യ ആഡ് ചെയ്താൽ മതി. എന്താ പറയണമെന്ന് ചോദിച്ചാൽ 26 പോസിറ്റീവ് നമ്പറാണ്, 7 പോസിറ്റീവ് നമ്പറാണ്. അത് ഫസ്റ്റ് ആഡ് ചെയ്തു. 26 7 എന്ന് പറയുമ്പോൾ 33 എന്ന് വരും. അതിന് നെഗറ്റീവ് സംഖ്യയായ 8 ഒറ്റ കുറയ്ക്കില്ലേ? എൻ്റെ ആൻസർ 25. ഓപ്ഷനിലെ ഓപ്ഷൻ എ 25 കേട്ടാ. അതും കിട്ടിയെന്ന് വിചാരിക്കണം. സെറ്റടാ. അപ്പോൾ വേറെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. വേറെ ലെവൽ കേട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോരട്ടെ. ഓക്കെടാ, അടിപൊളി. ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ വന്ന് നോക്കുക കേട്ടോ. അവിടെ നോക്കടാ. ഇവിടെ ഓഫ് എന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട്. ഓഫ് എന്നുള്ള വാക്കുണ്ടെങ്കിൽ ദയവായിട്ട് പറയണേ ഫസ്റ്റ് ഇത് ചെയ്യണം. ഫസ്റ്റ് അത് ചെയ്തേ മതിയാവും. അപ്പോൾ നമ്മുടെ 1/3 × 1/3 എന്ന് കിട്ടും. ചിലർ എന്ത് ചെയ്യുന്ന അറിയണോ? ഇവിടെ ഹരിക്കണം എന്നിട്ട് 1/3 എന്ന് കിട്ടും. ഞാൻ കുറേ പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും ഹരണത്തിൽ തന്നെ പോകും. ദയവായിട്ട് അങ്ങനെ പോകരുത് കേട്ടോ. കാരണം ഇത് ഓഫിന് പകരം കൊടുക്കണം ഇൻറ്റു ആണ്. അപ്പോൾ ഇത് ചെയ്യടാ. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 1/9 എന്ന് വരും. അപ്പോൾ 1/3 / 1/9 എന്ന് വരും. 2 ഭിന്നസംഖ്യയെ നേരിട്ട് ഹരിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ഗുണിക്കണം. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ അവിടെ എന്ത് വരണം? ഇവിടെ എന്ത് വരും? നേരെ 3/1 എന്ന് പറയരുത്. ബിക്കോസ് തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ എപ്പോഴും ആദ്യത്തെ ഭിന്നത്തെ അതുപോലെ കൊടുക്കുക. ഇൻറ്റു ഇവൻ ബാക്കിയുള്ളവന്മാരുമാണ്. ഇനിയിപ്പോൾ ഇവിടെ വേറൊരു സംഖ്യ ഉണ്ടെങ്കിൽ അവനും തിരിച്ചിട്ടോ. ബാക്കിയുള്ളവന്മാരെ വേണം തിരിച്ചിടാൻ. അപ്പോൾ 1/9 തിരിച്ചിടുമ്പോൾ 9/1 എന്ന് കിട്ടും. 9/1 എന്ന് കിട്ടും. ഇതും വെട്ടിച്ചുരുക്കിയാൽ എൻ്റെ ആൻസർ 3 എന്ന് കിട്ടും. അപ്പം മുകളിലെ പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് കിട്ടി. ഇനി താഴെയുള്ള പാർട്ട് കേട്ടോ.
താഴെയുള്ള പാർട്ട് ചെയ്യണം. ഇവിടെ നോട്ടെ ഇവിടെയാണ് ഓഫ് ഉള്ളത്. അപ്പോൾ 1/3 ഇൻറ്റു 1/3 ഡിവൈഡഡ് ബൈ 1/3. അതുകൊണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് 1/9 ഹരിക്കണം 1/3 എന്ന് കിട്ടും. ഇപ്പോൾ ചിലർ മനസ്സിൽ തോന്നും ഇതിനില്ല സാർ അവിടെ ഉണ്ടായിരുന്നു. ഒരിക്കലും ഇല്ല കേട്ടോ, 2ൻ്റെ ഉത്തരം മാറും. അപ്പോൾ ദയവ് ശ്രദ്ധിക്കണം. ഇതിനെ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ നോക്കാം 1/9 ഇൻറ്റു 3/1 എന്നാവും. വെട്ടിച്ചുരുക്കിയാൽ 1 അവിടെ 3 വരും. ഇവിടെ 1/3 ആണ് ആൻസർ കിട്ടുക കേട്ടോ. 1/3 എന്ന് കിട്ടും. അവിടെ വെറും 3 ആണെങ്കിൽ ഇവിടെ 1/3 ആണ്. രണ്ടിനും വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ മുകളിലെ പാർട്ടിൽ 3 കിട്ടി, താഴത്തെ പാർട്ടിൽ 1/3 എന്ന് കിട്ടി. 1/3 എന്ന് കിട്ടി. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ താഴെ മറ്റൊരു ഭിന്നസംഖ്യ വന്നാൽ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. നോടാ 3 ഇൻറ്റു 3/1 എന്ന് കിട്ടും. 3 ഇൻറ്റു 3 എത്രയുടെ കിട്ടുക? ആൻസർ 9 ആണ് കേട്ടോ. ആൻസർ 9 ആണ്. ഓപ്ഷനിലെ ഓപ്ഷൻ സി കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ദയവായിട്ട് പറയണേ, റിപ്പീറ്റിൽ ഒന്നും കൂടി ഒന്ന് ഇട്ടിട്ട് കാണാം. അപ്പോൾ ഓരോരോ സ്റ്റെപ്പായി പിന്നെയും കാണും. കാരണം വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഉപകാരമുണ്ട്. ദയവായിട്ട് അത് ഉപകാരപ്പെടുത്താം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. നോടാ എക്സ്പൊണൻസ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത് അതിൻ്റെ റൂൾസും റെഗുലേഷനൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിരിക്കണം. എന്നിട്ട് ഈ ക്വസ്റ്റ്യനിൽ കയറുക കേട്ടോ. ഇവിടെ നോക്കടാ, നമുക്ക് എല്ലാ സംഖ്യയുടെയും പവർ തന്നിട്ടുണ്ട്. പക്ഷെ പവറിലൊക്കെ ഒരു ഭിന്നസംഖ്യയാണുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ചോദിച്ചാൽ, ഈ ഭിന്നസംഖ്യയുടെ ഈ ഛേദത്തിൽ എന്തുണ്ടോ, ഭിന്നസംഖ്യയുടെ ഛേദത്തിൽ എന്തുണ്ടോ അതുപോലെ ഈ സംഖ്യയെ അതേപോലെ ഏതോ സംഖ്യയുടെ ക്യൂബ് പോലെ എഴുതണം. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ വെട്ടിപ്പോവാനാണ് കേട്ടോ. ഇവിടെ നോടാ a⁴n എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് a⁴m ഇൻറ്റു n എന്നാണ്. അതായത് ഈ പവേഴ്സ് തമ്മിൽ ഗുണിക്കുക. അപ്പോൾ എനിക്ക് പവേഴ്സ് തമ്മിൽ ഗുണിക്കണം. അതിന് ഞാനിവിടെ 64നെ ഏതോ സംഖ്യയുടെ ഇവിടെ നമ്മുടെ ഈ ഭിന്നസംഖ്യയുടെ ഛേദത്തിൽ എന്താണെന്ന് നോക്കുക. 3 ആണെങ്കിൽ ഈ 64നെ ഏതോ സംഖ്യയുടെ ക്യൂബ് പോലെ എഴുതാൻ ശ്രമിക്കുക. ഏതിൻ്റെ ക്യൂബ് പോലെ എഴുതാൻ പറ്റും? 4ൻ്റെ ക്യൂബല്ലേ. അതിനാദ്യം ക്യൂബ് പഠിച്ചിരിക്കണം കേട്ടോ. ഇവിടെ നമ്മുടെ ക്യൂബല്ലേ. അപ്പോൾ അത് എനിക്കിത് മൈൻഡിലുണ്ട്. അപ്പോൾ അത് അങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ 64 എന്ന് പറയുന്നത് 4ൻ്റെ ക്യൂബാണ്. അപ്പോൾ എനിക്കതുപോലെ എഴുതിക്കൂടെ? എഴുതാം. ഇതൊന്ന് എഴുതി എടുത്തോട്ടാ. അപ്പോൾ അടുത്തത് നമ്മുടെ ആ പോയിൻ്റ് കയ്യിലുണ്ടെങ്കിൽ, ഇതൊന്ന് ജസ്റ്റ് മായ്ക്കുന്നുണ്ട്. ആ പോയിൻ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്കറിയേണ്ട കാര്യം 64നെ അതിൽ മാറ്റുന്ന സമയത്ത് എനിക്ക് 64നെ 4ൻ്റെ ക്യൂബായിട്ട് എഴുതാം. 4ൻ്റെ ക്യൂബായിട്ട് എഴുതാം. 4ൻ്റെ ക്യൂബ് ഹോൾ പവർ 1/3 എന്നാവില്ലേ. ഇത് തമ്മിൽ ഗുണിക്കണ്ടേ? ഗുണിക്കുമ്പോൾ ഇതും വെട്ടിപ്പോവില്ലേ. അപ്പോൾ എനിക്കിവിടെ കിട്ടും 4/1. ഇതിൻ്റെ ആൻസർ കിട്ടി 4/1. അതേപോലെ 4/3 മാറ്റാം. 4/3 എങ്ങനെ മാറ്റാം? ഏതോ സംഖ്യയുടെ ക്യൂബ് പോലെ 8നെ എഴുതുന്ന സമയത്ത് എന്ത് വരും? 2³ ഇൻറ്റു 4/3 എന്ന് കിട്ടും. അപ്പോൾ ഇതും വെട്ടിപ്പോയി കഴിഞ്ഞാൽ 2/4 എന്ന് കിട്ടും. 2നെ 4 വട്ടം ഗുണിക്കുന്ന സമയത്ത് ഒന്നും 2 ഇൻറ്റു 2 4 4 പറഞ്ഞാൽ 16 കിട്ടും. അപ്പോൾ ഇവിടെ വരെയുള്ള ഉത്തരം 16 കിട്ടി. അപ്പോൾ എനിക്ക് ഇവിടെ 4 എന്ന് കിട്ടി, ഇവിടെ 16 എന്ന് കിട്ടി. ഇൻറ്റു ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്കറിയേണ്ട കാര്യം ഇത്രയുടെ 27 ഏതോ സംഖ്യയുടെ ക്യൂബ് പോലെ എഴുതണം. 27 ഏതോ സംഖ്യയുടെ ക്യൂബ് പറയുമ്പോൾ അത് എത്ര വരും? 3ൻ്റെ ക്യൂബ് എന്ന് എഴുതിക്കൂടെ? ഹോൾ പവർ മൈനസ് മറക്കരുത് 1/3 എന്ന് കൊടുക്കുക. ഈ 3 വെട്ടിപ്പോയി കഴിഞ്ഞാൽ 3⁻1 എന്ന് കിട്ടും. കിട്ടിയില്ലടാ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം a⁻m ഒരു സംഖ്യയുടെ പവറിൽ മൈനസ് ഉണ്ടെങ്കിൽ അത് നോക്കണം. അതിനെ പുറത്തേക്ക് മാറ്റാൻ നമുക്ക് ഒന്നുമില്ല, അതിനെ വിൽക്രമമായി എഴുതുക. കാരണം ഏതൊരു സംഖ്യയുടെയും ചൂട്ടിൽ ഒന്നുണ്ട്. ഏതൊരു സംഖ്യയുടെ ചൂട്ടിൽ ഒന്നുണ്ടെന്നുള്ള കാര്യം മൈൻഡ് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ മൈനസ് കളയാൻ ഇങ്ങനെയാവും 1/a⁻m എന്നാവും. അപ്പോൾ എനിക്ക് മൈനസ് പോയി കിട്ടി. അപ്പോൾ അത് മൈൻഡ് വയ്ക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ 1/3 എന്ന് എഴുതിക്കൂടെ? എഴുതി അല്ലേ? 1/3 എന്ന് എഴുതി. അപ്പോൾ അതുകൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എനിക്ക് ഇതുവരെയുള്ള ഉത്തരം 1/3 എന്ന് കിട്ടിയിട്ടാ. ഇൻറ്റു ഇതിനെ മാറ്റണം. അതിനൊന്ന് മാറ്റി കാണിക്കണം. അതുകൊണ്ട് അതിനെ മാറ്റുന്ന സമയത്ത് ഞാനൊന്ന് മായ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കടാ, അതിനെ മാറ്റുന്ന സമയത്ത് എന്ത് കിട്ടൂടാ? നമുക്ക് നോക്കുകയാണെങ്കിൽ 36 ഹോൾ പവർ എത്ര തന്നിരിക്കുന്നത്? -1/2 എന്നാണ്.
1/2 എന്നാണ്. അപ്പോൾ നോക്കണ സമയത്ത് ഇതിന് ഏതോ സംഖ്യയുടെ സ്ക്വയർ പോലെ എഴുതി. എത്ര വരും? 6² ഹോൾ പവർ -1/2 എന്ന് കിട്ടും. ഈ 2 വെട്ടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് 6⁻1 എന്ന് കിട്ടും. -1 കിട്ടും. ഇവിടെ നോക്കടാ, ഇതിനെ എനിക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 1/6⁻1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ അതവിടെ സെറ്റായി. അപ്പോൾ ഇതുവരെ ഇതാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ 4 ആണ്. ഇവിടെ എത്ര കിട്ടി ചോദിച്ചു കഴിഞ്ഞാൽ 16 ഇവിടെ എത്രയെന്ന് കിട്ടി ചോദിച്ചു കഴിഞ്ഞാൽ 1/3 ആണ്. ഇവിടെ 1/6 കിട്ടി. ഇനി വെട്ടിച്ചുരുക്കടാ. ഇവിടെ നോക്കണം, നമുക്ക് ഇന്ന് ഏതൊക്കെ തമ്മിൽ വെട്ടാം? ഈ 4ഉം ഈ 6ഉം തമ്മിൽ വെട്ടിക്കൂടെ? വെട്ടിക്കഴിഞ്ഞാൽ 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 2 തവണ പോവും, ഇവിടെ 3 തവണ പോവും. ഇനി ഏതൊക്കെ തമ്മിൽ വെട്ടാനുണ്ടോ? വെട്ടാനില്ല. 3 16 വെട്ടണ പോലെ തോന്നുന്നുട്ടാ. കാരണം 6 ആയതുകൊണ്ട് അയ്യോ വെട്ടാലോ എന്ന് തോന്നും. ദയവായിട്ട് വെട്ടരുത് കേട്ടാ. അപ്പോൾ നോക്കണ 2 × 16 32 കിട്ടും. ഡിവൈഡ് 3 × 3 9 കിട്ടും. എൻ്റെ ആൻസർ സി ഓപ്ഷനാണ് 32/9 കേട്ടോ. 32/9 ആൻസർ കിട്ടിയെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി കയറാം കേട്ടോ. അപ്പോൾ നമ്മുടെ 2n പവറിൽ 2n ഉണ്ട്. ഈക്വൽ ടു 256 ആയാൽ 2 പവർ n+2 എന്ന് പറയുന്നത് 2 പവർ n+2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കട്ടെ, ഇങ്ങനത്തെ ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിലെപ്പോഴും ഒരു വലിയ സംഖ്യ ഉണ്ടാവും. ഒരു വലിയ സംഖ്യ ഉണ്ടാവണം. ആ വലിയ സംഖ്യയെ ആ ചെറിയ സംഖ്യ കൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്യുക. ചെയ്യുന്ന സമയത്ത് ഘടകക്രിയ എന്ന് പറയും. ഘടകക്രിയ ചെയ്യണം. ഘടകക്രിയ ചെയ്യുമ്പോൾ അതേ സംഖ്യ കൊണ്ട് തന്നെ ചെയ്ത് വരണം കേട്ടോ. നോടാ, 256നെ 2 കൊണ്ട് ചെയ്യുക പറയുമ്പോൾ 256ൻ്റെ പകുതി എടുത്തോ, എത്ര കിട്ടും? 128 കിട്ടും. പിന്നെ 2 കൊണ്ട് ചെയ്തോ. 2 കൊണ്ട് ചെയ്യുമ്പോൾ എന്താ ഉപകാരം ചോദിച്ചാൽ, നമുക്ക് അതിൻ്റെ പകുതി എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പകുതി എത്ര കിട്ടും? 64 കിട്ടും. ഇനി ഇതിനെയും 2 കൊണ്ട് ചെയ്യുക. 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 32 കിട്ടും. ഇനി ഇതിനെ 2 കൊണ്ട് ചെയ്യുന്ന സമയത്ത് കിട്ടും 16 കിട്ടും. ഇനി 2 കൊണ്ട് ചെയ്താൽ 8 കിട്ടും. 8ന് 2 ചെയ്താൽ 4 കിട്ടും. 4 2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 പെട്ടെന്ന് കിട്ടും കേട്ടാ. അപ്പോൾ നോക്കടാ, ഇങ്ങനെ ചെയ്യുക. നോക്കടാ, ശ്രദ്ധിക്ക്, വലിയ സംഖ്യയെ ഈ ചെറിയ സംഖ്യ കൊണ്ട് ഘടകക്രിയ ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ 729 ഉണ്ട്. അവിടെ ഇവിടെ 3 എന്നുണ്ടെങ്കിൽ 729നെ 3 കൊണ്ട് ചെയ്യുക. അപ്പോൾ നോക്കടാ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൽ എത്ര 2 ഉണ്ട് നോക്ക്. 1 2 3 4 5 6 7 8 അല്ലേ? അപ്പോൾ നോക്കടാ, നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും 2 പവർ, അതായത് 2ന് ഇത്രയും വട്ടം ഗുണിച്ചാലാണ് 256 കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 × 2 4, പിന്നെ 4 × 2 8, ഇങ്ങനെ 16 വട്ടം ഇങ്ങനെ പോകുന്നുണ്ടാ. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് 2 പവർ 8 എനിക്ക് 256 എന്ന് കിട്ടും അല്ലേ? നോട്ടെ, ഇവിടെ തമ്മിൽ ഈക്വൽ ആണെങ്കിൽ അല്ലേ, 2 പവർ 8 250 ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല 2 പവർ n ഈക്വൽ ടു 256ൻ്റെ വാല്യൂ എനിക്ക് 2 പവർ 8 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 പവർ 8 ആയിരിക്കില്ലേ? നമ്മുടെ ബേസ് സെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും പവറും സെയിം ആയിരിക്കണം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എനിക്ക് എത്ര കിട്ടി? 8 എന്ന് കിട്ടി. എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടിയടാ? 8 എന്ന് കിട്ടി. എന്നിൻ്റെ വാല്യൂ 8 കിട്ടി. അവർ ചോദിച്ച ചോദ്യം അതായിരുന്നടാ 2 പവർ n+2 എന്ന് ചോദിച്ചിരിക്കണേ. അങ്ങനെയാണ് എന്നിൻ്റെ വാല്യൂ 8 കിട്ടിയിട്ടുണ്ടെങ്കിൽ 8 + 2 10 എന്ന് കിട്ടും. അതെത്ര വരും ചോദിച്ചാൽ 256ൻ്റെ ഇരട്ടി 512, അതിൻ്റെ ഇരട്ടി. കാരണം × 2 മതി, ഒരു 2 എക്സ്ട്രാ × 2 കൂടി ഉള്ളൂ. വരുമ്പോൾ എൻ്റെ ആൻസർ 1024 കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഘടകക്രിയ ചെയ്യുക. പരിപാടി കഴിഞ്ഞു. സെറ്റല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നോടാ, ഇത് റൂട്ട് എടുക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇത് ആക്ച്വലി ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മുടെ 81 ഏറ്റവും ഉള്ളിൽ നിന്ന് വേണം തുടങ്ങുമ്പോൾ 81ൻ്റെ റൂട്ട് എടുത്താൽ എത്ര കിട്ടുമോടാ? 9 എന്ന് കിട്ടും. നോടാ, ആ കിട്ടിയ റൂട്ട് ഈ റൂട്ടിനകത്താണ് ഈ റൂട്ടുള്ളത് കേട്ടോ. 40 + 9 എത്ര വരുടാ? 7 വരും. അതിൻ്റെ റൂട്ട് എടുത്ത് എത്ര വരും? 7. 49ൻ്റെ റൂട്ട് എടുത്താൽ 7. നോടാ, അപ്പോൾ അവിടെ 7 എടുത്ത് എഴുതി. ഇനി ഈ റൂട്ടിനകത്തുള്ളത് 29ഉം 7ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 36 എന്ന് കിട്ടും. 36ൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുവാടാ? 6 എന്ന് കിട്ടും. 10 + 6 എത്ര വരുവാടാ? 16 എന്ന് വരും. 16ൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ 4 കേട്ടോ. എൻ്റെ ആൻസർ 4. ആക്ച്വലി ഇതിനേക്കാൾ വിത്തിൻ കണ്ടാൽ തന്നെ നമുക്ക് 1 സെക്കൻഡിൽ ഇതിന് ഉത്തരം അടിക്കാനുള്ള ഒരു ടെക്നിക്ക് പറയണേ, ശ്രദ്ധിച്ചോ. ഇതുപോലെ റൂട്ട് ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിലെല്ലാം ഒന്നില്ലെങ്കിൽ പ്ലസ്, അല്ലെങ്കിൽ എല്ലാം മൈനസ്, ഒന്നില്ലെങ്കിൽ എല്ലാം പ്ലസ്, അല്ലെങ്കിൽ എല്ലാം മൈനസ്, അതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്ത് വന്ന ട്രിക്ക് യൂസ് ചെയ്യരുത്. അതെല്ലാം എല്ലാം പ്ലസ്സും മൈനസ് ആണെങ്കിൽ തങ്ങൾ ഒന്നും ചെയ്യേണ്ട,
തുടക്കമുള്ള നമ്പർ ഏതാണെന്ന് നോക്ക്. തുടക്കമുള്ള നമ്പർ അതേതാണ്? 10. ആ 10ൻ്റെ കൂടെ പ്ലസ് ആണോ മൈനസ് ആണോ നോക്ക്. ഞാൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ എല്ലാം മൈനസ് വരും, അല്ലെങ്കിൽ എല്ലാം പ്ലസ് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം, അതിനൂടെ പ്ലസ് ആണോ മൈനസ് ആണോ നോക്ക്. പ്ലസ് ആണെങ്കിൽ 10 കഴിഞ്ഞാൽ വരുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ, 10 കഴിഞ്ഞാൽ വരുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ പറഞ്ഞാൽ അത് ഏത് പറയാം? 16 എന്ന് പറയാം. 16ൻ്റെ റൂട്ട് എടുത്താൽ എന്തായിരിക്കും ഉത്തരം കിട്ടുക? 4. എനിക്ക് സിമ്പിളായി കിട്ടി. ഞാൻ ചെയ്തില്ല, ഞാൻ വേറൊന്നും ചെയ്തില്ല, ഞാൻ ഉള്ളിൽ നിന്ന് റൂട്ട് എടുത്ത് വന്നില്ല. ചിലപ്പോൾ വലിയ 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 സംഖ്യകൾ ഒന്നിരിക്കട്ടെ ഒന്ന്. അപ്പോൾ നമുക്ക് ട്രിക്ക് യൂസ് ചെയ്യാൻ തന്നെ നല്ലത്. ഏറ്റവും ഫസ്റ്റ് സംഖ്യയുടെ പ്ലസ് ആണെങ്കിൽ ആ സംഖ്യ കഴിഞ്ഞിട്ടുള്ള സ്ക്വയർ നമ്പർ, മൈനസ് ആണെങ്കിൽ അതിന് മുമ്പുള്ള സ്ക്വയർ നമ്പർ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആൻസർ കിട്ടൂടാ 4. ഇതേ മൈനസ് ആണെങ്കിലോ 10ന് മുമ്പുള്ളത് പറഞ്ഞാൽ 9 വരും. അതിന് റൂട്ട് എടുത്ത ആൻസർ 3 കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. 105 എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചത്. 105 എന്ന സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങളുണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കണം. നമ്മൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം 105ന് എത്ര ഘടകങ്ങളുണ്ടെന്ന് വെച്ചാൽ ഏതൊക്കെ സംഖ്യ കൊണ്ട് 105നെ ഹരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സംഖ്യയെ ഏതൊക്കെ സംഖ്യ കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നോ അതാണ് അതിൻ്റെ ഘടകം. ഇപ്പോൾ ഞാൻ 6 പറയുകയാണെങ്കിൽ 6ന് എനിക്ക് 1 കൊണ്ട് ഹരിക്കാം. ഏതൊരു സംഖ്യയും 1 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ട് ഹരിക്കാം, 6 കൊണ്ട് ഹരിക്കാം. ഇത്രയും സംഖ്യ കൊണ്ട് 6നെ ഹരിക്കാൻ പറ്റും. അപ്പോൾ 6ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ ചോദിച്ചാൽ 1, 2, 3, 6. അതേപോലെ തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് 105നെ ഏതൊക്കെ സംഖ്യ കൊണ്ട് ഹരിക്കാമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 105നെ ഘടകക്രിയ ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. പക്ഷെ ശ്രദ്ധിക്കണം, അഭാജ്യ സംഖ്യകളില്ലാതെ ഒരു സംഖ്യ ഉപയോഗിക്കാനും പാടില്ല. തങ്ങൾ സീരിയസ് പറയണേ, അഭാജ്യ സംഖ്യകളല്ലാതെ ഒരു സംഖ്യ ഉപയോഗിക്കാനും പറ്റില്ല. ചിലർക്ക് തന്നു ഇത് നമുക്ക് അതുകൊണ്ട് ചെയ്തൂടെ, 10 കൊണ്ട് ചെയ്തൂടെ, 20 കൊണ്ട് ചെയ്തൂടെ. ഒരിക്കലും ചെയ്യരുത് കേട്ടാ. 2, 3 ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യ? 2, 3, 5, 7, 11, 13 എക്സെട്ര. മാക്സിമം ഇതുവരെയുള്ള സംഖ്യകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇരട്ട സംഖ്യയാണെങ്കിൽ 2 കൊണ്ട് ചെയ്തോ, ഒറ്റ സംഖ്യ ആണെങ്കിൽ 3, 5, 7, 11 യൂസ് ചെയ്യുക. ഇവിടെ നോടാ 105നെ എനിക്ക് 5 കൊണ്ട് ചെയ്തൂടെ. 5 കൊണ്ട് ചെയ്യുമ്പോൾ 10ൽ 2 വട്ടം, 5ലാണെങ്കിൽ 1 വട്ടം. 21നെ എനിക്ക് 7 കൊണ്ട് ചെയ്തൂടെ. എത്ര തവണ പോവും? 3 വട്ടം പോയി. അപ്പോൾ എനിക്കിത് പറയാൻ പറ്റും എത്രടാ? 3 × 7 × 5 ഇവന്മാരെ ഗുണിക്കുക. ഇവന്മാർ ഗുണിക്കണതായിരിക്കും 105 എന്നുള്ള ഉത്തരം കിട്ടുക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സംഖ്യയെ വെറുതെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവറിൽ എപ്പോഴും 1 ഉണ്ടാവും. ഒരു സംഖ്യ വെറുതെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവറിൽ എപ്പോഴും 1 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ മാൻ്റെ മുകളിലൊക്കെ 1 ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ആ കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ ഓരോന്ന് വീതം കൂട്ടുക. ആ കിട്ടിയ ഉത്തരത്തിനൂടെ ഓരോന്ന് കൂട്ടുന്ന സമയത്ത് ഇവിടെ എത്ര വരും? 2 എന്ന് വരും. ഇതേ പവറിനോട് 1 കൂട്ടിക്കോ, 2 എന്ന് വരും. ഇതേ പവറിനോട് 2 കൂട്ടിക്കോ, 1 കൂട്ടിക്കോ, 2 എന്ന് വരും. 2 × 2 × 2 എൻ്റെ ആൻസർ 8 കേട്ടോ. ഒന്നുകൂടി ഞാൻ പറയണം, ഞാൻ ഇതിൻ്റെ ഘടകക്രിയ ചെയ്യുമ്പോൾ അഭാജ്യ സംഖ്യകൾ മാത്രം ഉപയോഗിച്ചുള്ളൂ. ആ അഭാജ്യ സംഖ്യ മാത്രം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്ത് ഉത്തരം കിട്ടും നോക്കാം. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടാ, ഇവിടെ എനിക്ക് വെറുതെ ഒരു ഉദാഹരണം പറയട്ടാ. 3/2 എന്ന് കിട്ടി, എനിക്ക് 5/3 എന്ന് കിട്ടി, 7/4 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പവറിനോട് ഓരോന്ന് വീതം കൂട്ടുക. ഇവിടെ 3 എന്ന് വരിക, പവറിനോട് ഒന്ന് കൂട്ടി എത്ര വരും? 3 എന്ന് കിട്ടും. ഇതിനോട് 1 കൂട്ടിയാലോ 4 എന്ന് കിട്ടും. ഇതിനോട് 1 കൂട്ടിയാലോ 5 എന്ന് കിട്ടും. അത് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ നോടാ എനിക്കിത് ചെയ്തപ്പോൾ ഇതിങ്ങനെ ഉത്തരം കിട്ടി, പവറിലൊക്കെ 1 ഉണ്ട്, അതിൻ്റെ കൂടെ ഓരോന്ന് വീതം കൂട്ടിയപ്പോൾ എനിക്ക് 2 × 2 × 2 കിട്ടി. എൻ്റെ ആൻസർ 8 കേട്ടോ. ഗുണിച്ചപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കടാ. ഇത് സേഡ്സ് കാരണികൾ എന്ന ചാപ്റ്ററിലുള്ളതാണ് കേട്ടോ. ഇവിടെ നോക്കുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം ചെയ്യണമെങ്കിൽ ഇതിലൊക്കെ ഒന്നില്ലെങ്കിൽ റൂട്ടിനകത്തുള്ള സംഖ്യകൾക്ക് ഇത് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിനൊക്കെ ഏതോ ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ മൾട്ടിപ്പിൾ പോലെ എഴുതാൻ ശ്രമിക്കണം. ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ മൾട്ടിപ്പിൾ പോലെ എഴുതാൻ ശ്രമിക്കണം. അപ്പോഴാണ് റൂട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ 12നെ നേരെ ശ്രദ്ധിക്കണം. റൂട്ട് 12നെ എനിക്ക് 3 × 4 എന്ന് എഴുതിക്കൂടെ. അതേ സംഭവം അതേപോലെ ഏതെങ്കിലും സ്ക്വയർ നമ്പർ മൾട്ടിപ്പിൾ പോലെ ഇതും എഴുതി. റൂട്ട് 300നെ എനിക്ക് 3 × 100 എന്ന് എഴുതിക്കൂടെ. അടുത്തത് അതേപോലെ ഇങ്ങനെ ഇവിടെയൊക്കെ 3 റൂട്ട് എടുക്കാൻ പറ്റാത്ത 3 അവിടെ വരണമെങ്കിൽ അവിടെ അതുപോലെ വരണം. നമ്മുടെ 75നെ എനിക്ക് ഏതെങ്കിലും സ്ക്വയർ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ പറയുമ്പോൾ 25ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ നമ്മുടെ 3 × 25 എന്ന് എഴുതിക്കൂടെ. ഇനി ഇതിൻ്റെയൊക്കെ റൂട്ട് എടുക്കുന്നു.
ഇതിൻ്റെയൊക്കെ റൂട്ട് എടുക്കുമ്പോൾ 4ൻ്റെ റൂട്ട് 2 എന്ന് വരും. ഈ റൂട്ട് 3ക്ക് റൂട്ട് എടുക്കാൻ പറ്റില്ല, അതുപോലെ കൊടുത്തു. അടുത്ത് ഇതിൻ്റെ റൂട്ട് എടുക്കുകയാണ്, 10√3 എന്ന് വരും. അടുത്ത് എടുക്കുകയാണ്, ഇവിടെ എടുക്കുന്ന സമയത്ത് എത്ര വരും? 25 റൂട്ട് എടുത്താൽ 5 എന്ന് വരും. ഈ റൂട്ട് 3 എടുക്കാൻ പറ്റില്ല, അതുപോലെ കൊടുത്തു. ഇപ്പം നോക്കണ, ഇപ്പം നമുക്ക് ഇതാണ് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുക. ഇതിന് ശേഷം നോർമലായിട്ട് ചെയ്യണം. 12ൻ്റെ എന്താണ്? 2√3 പ്ലസ് 10√3 മൈനസ് അടുത്ത എത്രയാണ് വരുന്നത്? അടുത്ത് 5√3 എന്ന് കിട്ടും. റൂട്ടിനകത്തൊക്കെ ഒരേ സംഖ്യയാണെങ്കിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ നോക്കണം, ഇവിടെ എല്ലാം റൂട്ടിനകത്ത് ഒരേ സംഖ്യ ആയതുകൊണ്ട് ഇത് തമ്മിൽ അതിതാ കൂട്ടി എത്ര കിട്ടും? 10ഉം 2ഉം 12ആയി. 12√3 മൈനസ് 5√3 എന്ന് പറഞ്ഞ 12√3 മൈനസ് 5√3. ഇനി പൂർണ്ണസംഖ്യകൾ മാത്രം അങ്ങോട്ട് എന്താ പറഞ്ഞേക്കണം ആ ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് 12 5 പോയാൽ എനിക്ക് 7 എന്ന് കിട്ടും. √3 അതുപോലെ കൊടുക്കുക. എൻ്റെ ആൻസർ 7√3 കേട്ടാ. 7√3 പക്ക കിട്ടിയെന്ന് വിചാരിക്കണം. അപ്പോൾ നോക്കടാ, ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ കൺഫേമായിട്ട് തീർച്ചയായിട്ടും ആ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ പോലെ ഗുണിക്കുന്ന പോലെ ഉള്ള നമ്പറേ തരുള്ളൂ. അത് ഗുണിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, അതിൽ റൂട്ടിനകത്ത് വരാൻ പോകുന്ന സംഖ്യയൊക്കെ ഒരുപോലെ ഉണ്ടാവും. അതുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുള്ളൂ. അത് കൺഫേമായിട്ട് തരും. അപ്പോൾ ദയവായിട്ട് അത് ശ്രദ്ധിച്ച് അതുപോലെ ചെയ്യും. ഇപ്പം നമുക്ക് 500നെ റൂട്ട്, ഇപ്പം ഞാൻ പറഞ്ഞു റൂട്ട് 500നെ എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കുക? 5 × 100 എഴുതി കൂടെ അല്ലേ? 100 റൂട്ട് എടുത്ത് ഞാൻ 10 എന്ന് കിട്ടും. 5 റൂട്ട് എടുക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ കൊടുക്കാം. ഇങ്ങനെയാണ് മാറ്റേണ്ടത് കേട്ടോ. പിന്നെ പെർഫെക്റ്റ് റൂട്ട് എടുക്കാൻ പറ്റാത്ത സംഖ്യകളെ എങ്ങനെ റൂട്ട് എടുക്കുക എന്നുള്ള ഒരു വീഡിയോ കൂടി നമ്മൾ മുമ്പ് ഷോർട്ട് ട്രിക്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടി ഒന്ന് കാണാം. അപ്പോൾ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഏകദേശം നല്ല നല്ല ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു. ഇനിയും സെഷൻസ് ഉണ്ടാവും. ഇനി നിറയെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം, പഠിക്കാം, പക്ക പവറാക്കുക. അപ്പോൾ നിങ്ങളെ വീണ്ടും കാണാമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ പോവുകയാണേ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നന്നായി പഠിക്കടാ. വിഷ് ഓൾ ദ ബെസ്റ്റ്. ബൈ ഗൈസ്.